ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു ഫ്രഞ്ച് ക്രൈം ത്രില്ലർ മിനി TV സീരീസ് ആയിട്ട് പുറത്തിറങ്ങിയ ലാ മൻഡേ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാലോ, ഞാൻ ഇതുവരെ കണ്ട മിനി സീരീസുകളിൽ ഏറ്റവും മികച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഞാൻ വലിയ താല്പര്യമില്ലാതെ സത്യം പറഞ്ഞാൽ ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങിയത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ ഒരു 6 എപ്പിസോഡ് ഇരുന്നങ്ങ് കണ്ടു തീർത്തു. കാരണം വേറെ ഒന്നുമില്ല, ട്വിസ്റ്റ് ഇല്ലാത്ത ഒരൊറ്റ എപ്പിസോഡ് ഒരു കാണത്തില്ല എന്നുള്ളതാണ്. അതും ഓരോ എപ്പിസോഡും ട്വിസ്റ്റോട് ട്വിസ്റ്റ്. നമ്മൾ സാധാരണ ഈ ഒരു സീരിയൽ കില്ലർ മൂവീസ് എല്ലാം കാണുമ്പോഴത്തേക്കും അതിൽ കൂടുതലായിട്ടും ആണുങ്ങളായിരിക്കും ഈ ഒരു സീരിയൽ കില്ലറായിട്ടെല്ലാം അഭിനയിക്കുന്നത്. പക്ഷേ ഈ ഒരു മൂവിയിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ട്. 25 വർഷങ്ങൾക്ക് മുന്നേ അവരെ ഒരു 8 പേരെ വളരെ കൊടൂരമായിട്ട് കൊല്ലുന്നു. അതും പല ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ. അങ്ങനെയുള്ള ആ ഒരു സീരിയൽ കില്ലറിനെ 25 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ പിടികൂടി ജയിലിലും അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ 25 വർഷം കഴിഞ്ഞ് വീണ്ടും ആ ഒരു സീരിയൽ കില്ലർ ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവർ ചെയ്ത അതേപോലെയുള്ള രീതിയിൽ ഓരോ കൊലപാതകങ്ങളായിട്ട് വീണ്ടും തുടങ്ങാണ്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന അവർക്ക് ഈ ഒരു കാര്യം എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ വെളിയിൽ ആ ഒരു സീരിയൽ കില്ലറിന്റെ കൊലപാതക രീതി ഇതെല്ലാം അൺഒഫീഷ്യലായിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷെ അതുപോലെ ഒരൊറ്റ തെറ്റുപോലും കൂടാതെ അത്ര പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ കോപ്പി കാറ്റ് ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ അതെങ്ങനെ? ഇതിനു ശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് മാത്രമല്ല, നിങ്ങൾ സിമ്പിളായിട്ട് വിചാരിക്കേണ്ട, ഓരോ എപ്പിസോഡിലും ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് ആയിരിക്കും. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഒരു 50 ട്വിസ്റ്റ് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതൊരു ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, അതാദ്യമേ തന്നെ പറയാണ്. അതുപോലെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ലെങ്ത് കൂടുതലുണ്ടാവും. ലെങ്ത് ഈ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ ഒരു 6 എപ്പിസോഡും 6 ദിവസമായിട്ട് ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും വെറുതെ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തില് ഒരു തടിമില്ല് ഫാക്ടറിയാണ് കാണിക്കുമ്പോഴത്തേക്കും അതിന് വെളിയിലായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നു. അതേസമയം തന്നെ അവിടേക്ക് ഒരു കൂട്ടം പോലീസ് വണ്ടികളും വരികയാണ്. അങ്ങനെ അതിൽ നിന്നും കുറച്ച് പോലീസുകാർ വെളിയിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ വെളിയിൽ നിൽക്കുന്ന ആ ഒരാൾ പറയുന്നുണ്ട്, സാർ ബോഡി ഉള്ളിലാണുള്ളത്, ഞങ്ങളൊന്നും തൊട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു പോലീസുകാരായാലും നേരെ ആ ഒരു ഫാക്ടറിക്കകത്തേക്ക് കയറി ചെല്ലാണ്. അങ്ങനെ ഈ ഒരു തടി ഇറക്കുന്ന ആ ഒരു വലിയ മെഷീൻ ഉണ്ടല്ലോ, അതിനടുത്തേക്ക് ഇവരെല്ലാവരും ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് അവിടെ ഒരു മനുഷ്യനെ കൊന്ന് അവന്റെ തല മാത്രം ഈ ഒരു മെഷീൻ വെച്ച് അറുത്തിങ്ങനെ മാറ്റി വെച്ചേക്കുന്നു. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു പോലീസുകാരൻ അത് പരിശോധിക്കുമ്പോൾ ശരീരവും കൈ കാല് ഇതെല്ലാം നല്ല കട്ടിയുള്ള വയറ് വെച്ച് വരിഞ്ഞു മുറുകി കെട്ടിയേ കാണാതുമല്ല, അയാളുടെ തല ആ ഒരു മെഷീനും വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തലയാണെങ്കിൽ ശരീരത്തിന്റെ വലതു ഭാഗത്തേക്ക് മാറ്റിയും വെച്ചേക്കുന്നു എന്നുള്ള കാര്യം ഈ ഒരു പോലീസുകാരോട് പറയുമ്പോഴത്തേക്കും ഈ ഒരു പറയുന്ന ആള് പോലീസ് കമ്മീഷണറാണ്. അയാളുടെ പേര് ഡൊമിക്യോ ഫ്രാൻസിസ്. അതുമല്ല, ഫ്രാൻസിസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് മുൻപ് നടന്ന അതേ കൊലപാതകങ്ങളെ പോലെ തന്നെയാണ് കഴുത്തില് ആ ഒരു ഇഞ്ചക്ഷൻ വെച്ചതിന്റെ പാടുണ്ട്. ഇതാണ് എന്നെ കൂടുതലായിട്ടും വിഷമിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാം ലാ മാൻഡേ ആ കൊലപാതകങ്ങൾ പോലെ തന്നെയാണ്. പക്ഷെ അവളാണെങ്കിൽ ഇപ്പോഴും ജയിലിനകത്താണ്. അവളെ അനുകരിച്ചാണ് ഈ ഒരു കൊലകൾ ആരോ ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് അടുത്ത് നിൽക്കുന്ന സോഫിയ എന്ന് പറഞ്ഞൊരു പോലീസുകാരിയുണ്ട്. അവൾ പെട്ടെന്ന് ഈ ഒരു കമ്മീഷണറോട് ചോദിക്കും, അല്ല 25 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ അവളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവൾ എത്ര പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്? 8 പേരെ. അതുപോലെ ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു ഭ്രാന്തനെ നമ്മൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ്, ലാ മൻഡേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ TV-യിൽ ഒരു ന്യൂസ് ഓടുന്നു. അതൊരു വീടിനകത്ത്, ഹലോ, ഇന്ന് ഒരു പുതിയ കേസ് കിട്ടിയിട്ടുണ്ട്. 90 കാലഘട്ടങ്ങളിൽ ലാ മൻഡേ എന്ന് പറഞ്ഞ ഒരു സീരിയൽ കില്ലർ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതുപോലെയുള്ള കൊലപാതകങ്ങൾ വീണ്ടും ഒരു കോപ്പി കാറ്റ് കില്ലർ അതേപോലെ തന്നെ പകർത്തി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൊലപാതകങ്ങളായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കൊലപാതകങ്ങൾക്ക് നല്ല സാമ്യതയുണ്ട്. ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നും പറഞ്ഞ് അയാളോട്, അല്ല സാർ, ആരാണ് ഈ ഒരു ലാ മൻഡേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, 25 വർഷങ്ങൾക്ക് മുന്നേ 8 പേരെ വളരെ കൊടൂരമായിട്ട് കൊന്നു തള്ളിയ ഒരു സീരിയൽ കില്ലറാണ്. പത്രമാധ്യമങ്ങൾ അവർക്കിട്ട പേരാണ് ലാ മൻഡേ. അതുമല്ല, അവള് കൊന്ന എല്ലാവരും ഓരോരോ തെറ്റുകൾ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണില് അവരെല്ലാവരും മരിക്കേണ്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ആ ഒരു കൊലപാതകങ്ങളെല്ലാം സമൂഹത്തിലെ മറ്റുള്ളവരാരും അതുപോലെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീ അതുപോലെ ഒരുപാട് പേരെ കൊന്നത്. അപ്പൊ ആ ഒരു അവതാരം ചോദിക്കും, പക്ഷേ ഇതുപോലെ ആളുകളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ഒരു കൊടൂര മൃഗമായിട്ട് മാറണ്ടേ? അതുപോലെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇതെല്ലാം കഴിയുന്നത്? അപ്പൊ അയാൾ പറയും, അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവരൊരു മനുഷ്യ സ്ത്രീയായിരുന്നു. പക്ഷേ കൊടൂര മൃഗങ്ങൾ വരെ ചെയ്യാൻ അറയ്ക്കുന്ന അത്രയും കാര്യങ്ങളാണ് ആ ഒരു സ്ത്രീ ചെയ്തു തീർത്തത്. ഇപ്പൊ അത് അനുകരിക്കുന്ന ആളും അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ 8 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോൾ അതുപോലെ തന്നെ 3 എണ്ണം നടന്നിട്ടുണ്ട്, ഇനിയും അതുപോലെ 5 എണ്ണം കൂടി നടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. എന്നിരുന്നാലും 30 വർഷങ്ങൾക്ക് മുന്നേ അത് ചെയ്ത ആ ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
അവരെ പറ്റി ഇപ്പോഴും അതുപോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മനസ്സൊരു വല്ലാത്ത മനസ്സ് തന്നെയാണ്. ഓക്കെ സാർ, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഭരണാധികാരികൾ പറയുന്നത് അവരിപ്പോഴും ജയിലിനകത്താണെന്നാണ്. അതും അവർക്ക് ഒരു പരോള് പോലും അനുവദിക്കാതെ ജീവപര്യന്തം അവരെ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ഒരു ലേഡിയുടെ എന്നിട്ട് ഒരു കത്ത് എഴുതി ഒരു ഫോട്ടോസ് എല്ലാം നോക്കിയല്ലോ. ആ ഒരു സ്ത്രീ ആ ഒരു കത്ത് നമ്മുടെ കമ്മീഷണർ ആയിട്ടുള്ള ഫ്രാൻസിസിന് അയച്ചു കൊടുക്കാണ്. അതേസമയം ഫ്രാൻസിസിന്റെ ഓഫീസിൽ കാണിക്കുമ്പോൾ സോഫിയയും ഫ്രാൻസിസും അവർ രണ്ടുപേരും സംസാരിച്ചു വരുന്ന സമയത്താണ് സോഫിയ പറയുന്നത്, ഇതുപോലെ സിലിയർ പോയതിനു ശേഷം ഇവിടെ നമുക്കൊരു ടീം ലീഡറിന്റെ കുറവുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയും ഓക്കെ, അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഫ്രാൻസിസിന് ആ ഒരു കത്ത് വരുന്നു. അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ എഴുതിയിരിക്കുന്ന ആ ഒരു ലീഡർ പേര് ജെന്നി എന്നാണ്. അങ്ങനെ ഈ ഒരു കത്ത് വായിച്ചതും ഫ്രാൻസിസ് അത് കഴിഞ്ഞ് നേരെ ഈ ഒരു ഫ്രാൻസിലെ തന്നെ വലിയൊരു ജയിലിലേക്ക് പോവാണ്. അത് കൊടും കുറ്റവാളികളൊക്കെയാണ് ഈ ഒരു ജയിലിനകത്ത് താമസിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അതിനകത്ത് ഈ കാര്യം വരുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അവരോട് ചോദിക്കും, അല്ല അവൾ എങ്ങനെയുണ്ട്? കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു, പക്ഷെ അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഓക്കെ, അവളുടെ സ്വഭാവം എങ്ങനെയുണ്ട്? പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരാളെ ആക്രമിച്ചതേ ഉള്ളൂ. ഈ 15 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരാള് അവളെ കാണാൻ തന്നെ വരുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു സെല്ലിനകത്തേക്ക് കൊണ്ടുവന്ന് ഓക്കെ, ആ ഒരു മഞ്ഞ ലൈൻ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്മീഷണറിനെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. കമ്മീഷണർ ആയാലും അവിടേക്ക് ചെന്ന് ആ ഒരു ലൈനിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നു. കാണിക്കുമ്പോൾ നമ്മുടെ ഫ്രാൻസിസ് കാണാൻ വന്ന ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അവരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരുടെ കൈവിലങ്ങ് അവിടെയുള്ള ഒരു പൈപ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് അവരോട് പറയും, ഹായ് ജെന്നി, കുറെ കാലമല്ലോ കണ്ടിട്ട് എന്നിങ്ങനെ ചോദിക്കുന്നതും ഇത് വേറെ ആരുമല്ല, ലാമന്റെ എന്ന് പേരിട്ടിട്ടുള്ള 25 വർഷങ്ങൾക്ക് മുന്നേ 8 പേരെ വളരെ കൊടൂരായിട്ട് കൊന്ന ആ ഒരു സീരിയൽ കില്ലറായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവരാണിത്. ഇവർ തന്നെയാണ് നമ്മുടെ ഫ്രാൻസിസിനെ നേരത്തെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ആ ഒരു കത്ത് അയച്ചത്. അപ്പോൾ ഫ്രാൻസിസ് 25 വർഷങ്ങൾക്ക് മുന്നേ പിടികൂടിയ ആ ഒരു കൊടൂര സീരിയൽ കില്ലറാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ മുഴുവൻ പേര് ജെന്നി ഡെബർ എന്നാണ്. അപ്പോൾ ഈ ജെന്നി ഫ്രാൻസിസിനോട് പറയും, ഞാൻ ചെയ്ത കൊലപാതകങ്ങൾ വീണ്ടും അതുപോലെ തന്നെ അരങ്ങേറുകയാണോ? അതെ, നീ എന്നെ സഹായിക്കാന്ന് പറഞ്ഞല്ലേ ആ ഒരു കത്ത് എഴുതിയത്? ശരിയാണ്, ഞാൻ തന്നെയാണ് എഴുതിയത്. അല്ല, ഇപ്പോൾ നിങ്ങൾ എവിടെ വരെയായി അന്വേഷണം? സോറി, അത് നിന്നോട് പറയാൻ കഴിയത്തില്ല. ഓ, അപ്പോൾ ഇതുവരെയും കേസിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലല്ലേ? അപ്പോൾ ഫ്രാൻസിസ് ചോദിക്കും, അല്ല നിനക്ക് ഈ ഒരു കേസിനെ പറ്റി എന്തെങ്കിലും അറിയോ? കൊലപാതകി ആരാണെന്ന്? അപ്പോൾ ജെന്നി പറയും, ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ കഴിയും. അല്ല, നിനക്ക് എന്താ വേണ്ടത് സത്യത്തില്? ഞാൻ ഇനിയുള്ള കാലം മുഴുവനായിട്ടും ഈ ഒരു ജയിലിൽ കിടന്ന് തന്നെ മരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം, എന്നിട്ട് എന്നെ വീട്ടു തടങ്കലിലിട്ടോ, ഞാൻ അവിടെ ഒരു കുഴപ്പമുണ്ടാകാതെ കഴിയാം എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഫ്രാൻസിസ് പറയും, ഓ പിന്നെ നിനക്ക് കാവൽക്കാരെ 2 പോലീസുകാരെ നിർത്തി കടലിന്റെ കരയിലായിട്ട് ഒരു നല്ല വീടങ്ങ് തരാം, നടക്കുന്ന കാര്യമല്ലോ പറയൂ ജെന്നി. കമ്മീഷണർ ഇതിനൊന്നും സമ്മതിക്കത്തില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് സൗകര്യങ്ങൾ ഞാൻ കൂട്ടിത്തരാം, അല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജെന്നി പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊലപാതകിയെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, കാരണം മാധ്യമങ്ങള് ആവശ്യമില്ലാതെ ഓരോ കഥകളായിട്ട് കെട്ടിച്ചമയ്ക്കുകയാണ്. അതുപോലെ എല്ലാവരും നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഒരു കേസിൽ സഹായിക്കാം, പക്ഷേ എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരു സഹായിയായിട്ട് എന്റെ മകൻ തന്നെ എനിക്ക് വേണം എന്നിങ്ങനെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് കമ്മീഷണറെ കാണാൻ പോവാണ്. കമ്മീഷണറോട് ഇതുപോലെ ജെന്നി ഡെബറിന് ഒരു മകനുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയും. കാരണം അവരെ പുറത്തിറക്കി ഒരു കേസിൽ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൾക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം ഇതുവരെയും ഈ ലോകത്ത് മറ്റാർക്കും അറിയത്തില്ല. അപ്പോ കമ്മീഷണർ ചോദിക്കും, അല്ല അതെന്തുകൊണ്ടാ? ജെന്നി ഡെബറിന്റെ ശരിക്കും പേര് ജെന്നി കരോട്ട് എന്നായിരുന്നു. അവൾക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു പേര് മാറ്റി ജെന്നി ഡെബർ എന്നാക്കിയത്. കാരണം താൻ ചെയ്ത തെറ്റുകൾക്ക് തന്റെ മകൻ ഒരിക്കലും അതിന്റെ നാണക്കേട് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് അവൾ അവളുടെ പേര് തന്നെ മാറ്റിയതും അവൾക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം ഈ ഒരു ലോകത്ത് നിന്നും ഒളിപ്പിച്ചു വെച്ചതും. അതുപോലെ അവളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു തെളിവും ഉണ്ടായിരുന്നില്ല അവൾക്കെതിരെ. പക്ഷെ അവളുടെ മകനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അവൾ ആ ഒരു കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞ് അവളായിട്ട് തന്നെ നിർബന്ധം പിടിക്കുമായിരുന്നു തന്റെ മകനെ പറ്റിയുള്ള ഒരു കാര്യവും പുറം ലോകം അറിയരുതെന്ന്. അതുമല്ല ആ ഒരു കാലഘട്ടത്തിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു വിമാന അപകടത്തിൽ മരിച്ചു എന്നുള്ളൊരു കഥ ഞങ്ങൾ ഉണ്ടാക്കി. ആ ഒരു രീതിയിലാണ് അവളുടെ മകൻ ഇപ്പോഴും പുറത്ത് ജീവിക്കുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റി ആർക്കൊക്കെ അറിയാം? കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. കാരണം ഇതെല്ലാം ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു വയ്ക്കുമായിരുന്നു. സത്യത്തിൽ കേസ് നടത്തിയ ജഡ്ജിക്ക് പോലും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ചു നേരം ആ ഒരു കമ്മീഷണർ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ഓക്കെ ഞാനിത് സമ്മതിക്കാം, പക്ഷെ അവരുടെ മകൻ ഡാമിയൽ കരോട്ട് അവൻ എവിടെയാണെന്ന് ഇപ്പോ നിങ്ങൾക്കറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ അറിയാമെന്ന് പറയുന്നതും അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഒരു വലിയ ഗോഡൌണിന് വെളിയിലായിട്ട് ഒരു പോലീസുകാരൻ ക്യാമറയെല്ലാം വെച്ച് അകത്തെന്തോ ഇങ്ങനെ നിരീക്ഷിക്കുന്നു. കാണിക്കുമ്പോഴത്തേക്കും അകത്ത് നിന്ന് ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഓക്കെ, ടാർഗറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, അവര് മയക്കുമരുന്ന് ഇപ്പോൾ ട്രക്കിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും വേറെ ഒന്നുമല്ല, ഒരു വലിയ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടാൻ വേണ്ടി പോലീസുകാരെ ഇപ്പോൾ വെളിയിൽ കാത്തു നിൽക്കുന്നു. അങ്ങനെ അവരായാലും ഈ ഒരു ബാഗെല്ലാം കാറിലേക്ക് കയറ്റി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും പോലീസുകാർ പറയും ഓക്കെ ശരി ഇപ്പൊ സമയമായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെളിയിലേക്ക് ചാടി ഇറങ്ങി ആ ഒരു വരുന്ന വണ്ടികളുണ്ടല്ലോ അതെല്ലാം തോക്ക് കാണിച്ചിങ്ങനെ നിർത്തുമ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാവരും
അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ അവിടേക്ക് ചെന്നിട്ട് ഓരോരുത്തരായിട്ട് പിടിച്ച് പുറത്തേക്ക് ഇറക്കി അവരുടെ കൈയെല്ലാം പുറകിൽ വെച്ച് ഇങ്ങനെ കിട്ടുകയും ചെയ്യുന്നു. അവനെ ആയാലും ഇവർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരെയും ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. ഓരോരുത്തരെയും ഓരോ സെല്ലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരുത്തനുണ്ടല്ലോ, ഇപ്പൊ അവനെ മാത്രം പിടിച്ച് ഒരു റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും സെല്ലിൽ കിടന്ന് പറയുന്നുണ്ട്, ഏയ് വാ തുറന്ന് എല്ലാ സത്യങ്ങളും പറയരുത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവനെ നേരെ ഒരു ഓഫീസ് റൂമിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെയുള്ള ഒരു ഓഫീസറിനെ നോക്കിയിട്ട് ഇവൻ എഴുന്നേറ്റ്, ഇപ്പൊ എന്തിനാ പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്തത്, ഈ ഒരു നാടകം എന്തിനാ ഇപ്പൊ പൊളിച്ചത്, എന്റെ ഇത്രയും നാളത്തെ ശ്രമം എല്ലാം വെറുതെ ആയല്ലോ എന്നിങ്ങനെ പറയുമ്പോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാ ചെയ്തതെന്ന് പറയുന്നതും. അല്ല എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഫ്രാൻസിസ് അവിടേക്ക് കയറി വരുന്നത്. എന്നിട്ട് അവനെ നോക്കിയിട്ട് ഹായ് ഡാമിയൻ എന്നിങ്ങനെ പറയുന്നതും. ഇതാണ് ഈ ഒരു മൂവിയിലെ ഹീറോ ഡാമിയൻ. എന്നിട്ട് ഫ്രാൻസിസ്, അല്ല നിന്റെ ഭാര്യ ലൂസി എവിടെ, നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. അപ്പോൾ ഡാമിയൻ പറയും, പക്ഷെ അവളെ പറ്റി ചോദിക്കാനല്ലോ ഇവിടെ വരെ വന്നത്, കാര്യം എന്താണെന്ന് പറയും. ഓക്കെ, ഞാൻ ഇത് ഒരിക്കലും നിന്നോട് പറയത്തില്ലായിരുന്നു, പക്ഷേ ഇതൊരു കേസിന്റെ ഭാഗമായി പോയി. അത് നിന്റെ അമ്മ ചെയ്തതുപോലെ ഒരുപാട് കൊലപാതകങ്ങൾ വീണ്ടും ആരൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുപോലെ നിന്റെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം അവരെ ഞാൻ ഇന്നലെ ജയിലിൽ പോയി കണ്ടിരുന്നു. അവർക്ക് ഈ ഒരു കേസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവർ ഞങ്ങളെ ഈ ഒരു കേസിൽ സഹായിക്കാന്നും പറഞ്ഞു. പക്ഷെ അതിലൊരു നിബന്ധനയുണ്ട്. എന്താണെന്ന് ഹീറോ ചോദിക്കുമ്പോഴത്തേക്കാണ് നിന്നോട് മാത്രമേ അതെല്ലാം പറയൂന്നാണ് അവർ പറയുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, അല്ല ഇതെങ്ങനെ എന്നോട് ഒന്ന് പറയേണ്ടത്, നിങ്ങൾക്ക് ഇത്ര ധൈര്യം ഉണ്ടായി, പിന്നെ വേറെ ആരോടാ പറയണ്ടേ, ശരി അവർക്ക് എന്നെ പറ്റി എങ്ങനെ അറിയാം, ഞാനൊരു പോലീസുകാരനാണെന്ന് അവർക്കറിയോ, എന്റെ കുടുംബത്തെ പറ്റി അവർക്കറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിന്നെ പറ്റി അറിയാന്നുള്ളത് അത് എനിക്ക് പോലും അറിയത്തില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ഡാമിയൻ പറയും, എന്റെ അമ്മ മരിച്ചിട്ട് 25 വർഷമായി, എനിക്കിനി അവരെ പറ്റി സംസാരിക്കാനോ അവരെ കാണാനോ താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഫ്രാൻസിസ് ആയാലും അവരുടെ അമ്മയുടെ ആ ഒരു കേസിനെ പറ്റിയുള്ള ഫയലുണ്ടല്ലോ അതൊരു പെൻഡ്രൈവിലാക്കിയിട്ട് അവിടെ വെച്ചിട്ട്, ഓക്കെ നീ എന്നെ സഹായിക്കൂല്ലേ എന്ന് എനിക്ക് അറിയത്തില്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുമല്ല ഡാമിയൻ, ഇതിനകം തന്നെ 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിന്റെ വിഷമം എന്തായാലും എനിക്ക് മനസ്സിലാവും, പക്ഷേ ഈ ഒരു കേസിൽ നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ് എന്നും പറഞ്ഞിട്ട് ഫ്രാൻസിസ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഡാമിയൻ ആ ഒരു കേസ് ഫയൽ അവിടെ നിന്ന് എടുത്തോ ഇല്ലെന്ന് അറിയത്തില്ല. അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ആ ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഗേറ്റ് തുടങ്ങുമല്ലോ, അവിടെ മുതലേ അവന്റെ വീടിനകത്ത് വരെ ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനായാലും നേരെ അകത്തേക്ക് കയറി പോയിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു കേസ് ഫയൽ എന്തായാലും അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് വെച്ച് അവൻ നേരെ കുളിക്കാനായിട്ട് പോവാണ്. ആ ഒരു സമയത്താണ് ഒരു പെണ്ണ് അതിനകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ഇത് വേറെ ആരുമല്ല, ഡാമിയന്റെ ഭാര്യ ലൂസി. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിന്ന് അത് കഴിഞ്ഞിട്ടാണ് ലൂസി പറയുന്നത്, കഴിഞ്ഞ 2 മാസമായിട്ട് നീ ഇവിടെ വന്നിട്ടില്ല, ഇനി എന്തായാലും നിന്നെ വിടാനായിട്ട് താല്പര്യമില്ല, എനിക്ക് നിന്നെ കുറച്ചെങ്കിലും സ്നേഹിക്കാനായിട്ട് വേണം എന്നെല്ലാം പറഞ്ഞ് വീണ്ടും ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനാണ്. എന്നിരുന്നാലും ഈ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഈ കുറ്റവാളികൾ അറിയാതെ അവരുടെ കൂടെ തന്നെ ചേർന്ന് അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് പോലീസിന് കൈമാറുക, ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ഹീറോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാസങ്ങൾ അവൻ വീട്ടിൽ വരത്തില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു പുതിയ കേസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആ ഒരു പൊസിഷനിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ അവൻ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അവന്റെ അമ്മയുടെ ആ ഒരു കാര്യം കണ്ട് അവൻ പെട്ടെന്ന് ഞെട്ടുകയാണ്. വേറെ ഒന്നുമല്ല, കുട്ടിക്കാലത്ത് നമ്മുടെ ഡാമിയന് ഒരു 10 വയസ്സുള്ള സമയത്താണ് ഡാമിയന്റെ അമ്മയെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അവന് വീട്ടിലുണ്ടായിരുന്നു. അതും അവന്റെ കൺമുന്നിൽ വെച്ചാണ് അവന്റെ അമ്മയെ പിടിച്ചോണ്ട് പോയത്. അപ്പൊ ആ ഒരു ഷോക്ക് നമ്മുടെ ഡാമിയൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പല രാത്രിയിലും അവനിങ്ങനെ അമ്മയെ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ലൂസി ആണെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ ജോലിക്ക് പോവാണ്. അങ്ങനെ ലൂസി പോയതിനു ശേഷമാണ് ഡാമിയൻ വീട്ടിലുള്ള ആ ഒരു റേഡിയോ ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിലൊരു ന്യൂസ് ഓടുന്നു. ഇപ്പൊ ആ ഒരു തടിമില്ലിൽ നിന്നും ഒരാളുടെ ശരീരം കണ്ടുപിടിച്ചല്ലോ. അയാളുടെ ഭാര്യയോട് ചോദിക്കുകയാണ്, അയാൾ എങ്ങനെയുള്ള ഒരാളാണ്, പോലീസ് പറഞ്ഞതുപോലെ അയാൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണ്, നിങ്ങൾ പറയുന്നത് പോലെ അതേ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ന്യൂസിൽ പറയുന്നതാണ് വെച്ചാല് പോലീസ് ഇപ്പോഴും കൊലപാതകയുടെ ആ ഒരു പ്രചോദനം, മറ്റുള്ളവരെ കൊല്ലാനായിട്ടുള്ള ആ ഒരു കാരണം എന്താണെന്ന് ഇപ്പോഴും അന്വേഷിച്ച് നടക്കാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഹീറോ തന്റെ ലാപ്ടോപ്പിലെ ആ ഒരു പെൻഡ്രൈവ് ഉണ്ടല്ലോ അതെടുത്ത് കുത്തുകയാണ്. അതിനകത്തുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ ഡാമിയന്റെ അമ്മ ജെന്നി ഉണ്ടല്ലോ അവർ ചെയ്ത ആ ഒരു കൊലപാതകങ്ങളുടെ കുറ്റസമ്മത വീഡിയോ ആണത്. അപ്പൊ അതിൽ ഫ്രാൻസിസ് ജെന്നിയോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ നിങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു, ഓരോന്നായിട്ട് ഞാനിപ്പോ എടുത്തു പറയാം. 1984 ഏപ്രിൽ 24 കാടിനുള്ളിൽ നിന്നും കണ്ടെത്തിയ ആ ഒരു മൃതദേഹം മിസ്റ്റർ ബ്രാക്ക് എന്ന് പറഞ്ഞ ആ ഒരാളെ കൊന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ജെന്നി അതേന്ന് പറയും. അയാളെ ഒരു കവറിനകത്ത് മൂടിക്കെട്ടി ആ ഒരു രീതിയിൽ തലകീഴായിട്ടാണ് ആ കാടിനകത്ത് കെട്ടിയിട്ടിരുന്നത്. അത് കഴിഞ്ഞ് നവംബർ 17, 1987 ഷെവലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ ശരീരം അതും കാടിനുള്ളിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. അത് ചെയ്തത് നിങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അത് കഴിഞ്ഞ് 1987 സെപ്റ്റംബർ 14 ഒരു തടിമില്ലിൽ നിന്നും കണ്ടെത്തിയ ഒരാളുടെ ശരീരം അത് ചെയ്തത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അത് കഴിഞ്ഞ് മാർച്ച് 17, 1988 മറ്റൊരാളെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് 1989 ഡിസംബർ 26 മറ്റൊരാളുടെ ശരീരം അയാളുടെ ലിവിംഗ് റൂമിൽ നിന്നാണ് കണ്ടെത്തിയത്. അയാളെ വീടിനകത്ത് കെട്ടിയിട്ട്
അയാളുടെ ശരീരം കീറി മുറിച്ച് രക്തം പോയിട്ടാണ് അയാൾ മരിച്ചത്. അത് കഴിഞ്ഞ് 1990 ഫെബ്രുവരി 16 മറ്റൊരാളെ കൊന്നു, അതും അയാളുടെ വീട്ടിൽ വെച്ച്. പിന്നീട് 1994 ഒക്ടോബർ 9 മറ്റൊരാളെ കൊന്നു. അത് കഴിഞ്ഞ് 1991 ജനുവരി 23 ഒരാളെ ഒരു ഇരുമ്പ് കൂടിൽ നിന്നാണ് അയാളുടെ ശരീരം കണ്ടുപിടിച്ചത്. അങ്ങനെ 8 പേരെ വളരെ കൊടൂരമായിട്ട് പല രീതിയിലാണ് ജെന്നി എന്ന് പറഞ്ഞ ഒരു സീരിയൽ കില്ലർ കൊന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഹീറോ ഇങ്ങനെ കാണുകയാണ്. അപ്പോഴേക്കും ഫ്രാൻസിസ് അതിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല എന്ന് ജെന്നി ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ജെന്നിയോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഓക്കെ ജെന്നി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, അതായത് ഡാമിയന്റെ അച്ഛൻ 9 വർഷങ്ങൾക്ക് മുന്നേ കാണാതെ പോയിരുന്നു, അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അയാളെ കൊന്നത് നിങ്ങളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മാത്രം ഇല്ല, അതുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാന്ന് ജെന്നി ഇങ്ങനെ പറയും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഹീറോ എന്തായാലും ഈ ഒരു കേസിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. പക്ഷേ ഹീറോയ്ക്കും ഇതുപോലെ 2 നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ അവരോട് സംസാരിക്കാം, പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന മറ്റാരും ഞാനും അവരുമായിട്ടുള്ള ഈ ഒരു ബന്ധം അമ്മയും മകനാണെന്നുള്ള ആ ഒരു കാര്യം ഒരിക്കലും അറിയരുത്. അതുമല്ല അവരെ ഞാൻ കാണാൻ പോകുന്നു എന്നുള്ള കാര്യവും ആരും അറിയരുത്. അതുപോലെ ഈ ഒരു കേസിൽ അവരാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മുടെ ടീമിലെ മറ്റാരും അറിയരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം എന്റെ ഭാര്യ ലൂസി അവളും ഒരിക്കലും അറിയരുത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ലൂസിയോട് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ അവന്റെ അമ്മ ഒരു വിമാന അപകടത്തിൽ മരിച്ചുപോയെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അമ്മയില്ല എന്നുള്ള രീതിയിലാണ് അവന്റെ ചുറ്റുമുള്ള എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, കുട്ടിക്കാലത്ത് തന്നെ തന്റെ അമ്മ ഇത്രയും വലിയൊരു സീരിയൽ കില്ലറാണെന്ന് അറിഞ്ഞതിന് ശേഷം അവൻ ഒരിക്കലും അവന്റെ അമ്മയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനുശേഷം ഹീറോ നല്ലതുപോലെ പഠിച്ച് ഒരു പോലീസുകാരനാവുമായിരുന്നു. അതുപോലെ ഹീറോയെ വളർത്തിയത് അവന്റെ മുത്തച്ഛനാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സമ്മതിച്ചതിന് ശേഷം ഇപ്പോ പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് ജെന്നിയെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കാവലിനായിട്ട് ഒരുത്തനുണ്ട്. അപ്പൊ ഇവർ വന്നിട്ട് അവനോട് ചോദിക്കും, ഓക്കെ എല്ലാ സൗകര്യങ്ങളും ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ജെന്നി ഡെബറിനെ വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല, കാരണം അവള് ജയിലിൽ വെച്ച് ആത്മഹത്യയെ ശ്രമിച്ചു, അതുകൊണ്ട് തന്നെ ഒരു മാനസിക കേന്ദ്രത്തിൽ അവളെ കൊണ്ടിട്ടേക്കാണ് എന്നാണ് വെളിയിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ആരും സംശയിക്കത്തില്ല, ഇവളെ ആർക്കും ചോദ്യം ചെയ്യാനും കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഇവരെ രണ്ടുപേരെ നേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡോറുകളുള്ള വലിയൊരു സെല്ലാണത്. അതിനകത്താണ് അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുന്നതും ഇപ്പോ 25 വർഷങ്ങൾക്ക് ശേഷം ഡാമിയൻ അവന്റെ അമ്മയെ അവസാനമായിട്ട് കാണുന്നത് അന്ന് വീട്ടിൽ നിന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സമയത്താണ്. അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഡാമിയൻ ഒരിക്കലും അവന്റെ അമ്മയെ കണ്ടിട്ടില്ല. അതുപോലെ താൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം പോലെ അവരെ അറിയിക്കാതെ ആ ഒരു വിവാഹ മോതിരമുണ്ടല്ലോ അത് മൂരി വെച്ചിട്ടാണ് ഡാമിയൻ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ അകത്തേക്ക് ചെന്ന് ഇവര് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടല്ലേ കാണുന്നേ. അമ്മയാണെങ്കിലോ അത്രയും വലിയൊരു സീരിയൽ കില്ലർ, മകനാണെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ്. അങ്ങനെ കുറച്ചു നേരം രണ്ടുപേരും പരസ്പരം നോക്കി നിന്നിട്ട് ജെന്നി പെട്ടെന്ന് ഹലോ ഡാമിയൻ എന്നിങ്ങനെ പറയുമ്പോൾ ഡാമിയൻ പറയും, സോറി ജെന്നി ഡെബർ, എന്നോട് ക്ഷമിക്കണം, നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ച ഒരു ഔദ്യോഗികമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എനിക്ക് താല്പര്യം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയുമ്പോൾ ജെന്നി പെട്ടെന്ന് ഓക്കെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടോ എന്ന് ചോദിക്കുന്നതും ഫ്രാൻസിസ് ഇപ്പോൾ ആ ഒരു കോപ്പി കാറ്റ് കില്ലർ ഓരോരുത്തരെ കൊലപ്പെടുത്തിയല്ലോ ആ ഒരു ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ജെന്നി ആയാലും ഓരോ ഫോട്ടോസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ നോക്കും. അങ്ങനെ എല്ലാം നല്ലതുപോലെ നോക്കിയിട്ടാണ് പറയുന്നത്, ഓക്കെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയിക്കാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരും. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ ജെന്നി പറയും, അതെ ഇത്ര മാത്രമേ ഉള്ളൂ, ഗുഡ് ബൈ ഡാമിയൻ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം. കാരണം അവൻ അവന്റെ അമ്മയെ കാണരുതെന്നാണ് ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. പക്ഷേ ജെന്നി ആണെങ്കിലോ തന്റെ മകനെ കാണണമെന്നുള്ള രീതിയിലാണ് ഈ ഒരു കേസിനെ സഹായിക്കാൻ തന്നെ സമ്മതിച്ചത്. അങ്ങനെ ഹീറോ ആയാലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഫ്രാൻസിസിനോട് പറയും, അവർ നമ്മളെ വെറുതെ കളിപ്പിക്കുകയാണ്, അവർക്ക് വെറുതെ വെളിയിലേക്കൊന്ന് ഇറങ്ങണം, അതേപോലെ തന്നെ എന്നെ കാണണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയും, ഇല്ല ഡാമിയൻ ഇപ്പൊ എന്തായാലും നമ്മളൊന്നും മിണ്ടണ്ട, അവൾക്ക് ഈ ഒരു കേസിൽ നമ്മളെ സഹായിക്കാൻ കഴിയും. അതുമല്ല ഡാമിയൻ നിന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് എനിക്കറിയാം, എന്നിരുന്നാലും നീ സഹിച്ചു പിടിച്ച് എന്റെ കൂടെ നിന്നേ പറ്റൂ, എന്നാലേ അവൾ എന്തെങ്കിലും പറയത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡാമിയൻ നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ലൂസി നേരത്തെ തന്നെ വന്നിരുന്നു. അതുമല്ല അവള് ഫുഡ് ഉണ്ടാക്കി വെക്കാനായിട്ട് പറഞ്ഞു, പക്ഷെ അവനത് ചെയ്തില്ല. അപ്പോൾ അവൻ പറയും, സോറി ഞാൻ ഇത്തിരി ലേറ്റായി പോയി, എനിക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പോൾ അവൾ നല്ല ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ തന്നെ ലീവ് കഴിഞ്ഞ് വന്ന് വീണ്ടും തിരക്കിലായിട്ട് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല 2 കാര്യങ്ങളുണ്ട്, ഒരു നല്ല ന്യൂസും അതേപോലെ തന്നെ ഒരു മോശം വാർത്തയും. ഒന്നാമത്തത് എനിക്കിപ്പോ പുതിയൊരു കേസിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി, ഞാനാണ് അവരുടെ ലീഡർ. മോശപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് വെളിയിലേക്ക് പോകേണ്ടി വരും, പക്ഷേ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നത് പോലെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ലൂസി പറയും, അതിനെന്താ കുഴപ്പം, നീ എന്തായാലും വൈകിട്ട് വരുമല്ലോ അത് മതിയെന്നും പറഞ്ഞ് അവൾക്ക് ആ ഒരു രീതിയിലുള്ള സന്തോഷമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിൽ ആരോ വന്നു. വെളിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് വേറെ ആരുമല്ല, അത് ലൂസിയുടെ മകളാണ്. ഇപ്പോൾ ലൂസിയുടെ മാത്രം മകളാണെന്ന് പറയാൻ കാരണം ലൂസി ഇതിനു മുന്നേ മറ്റൊരാളെ വിവാഹം കഴിച്ചതാണ്, പക്ഷെ അയാളുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഡാമിയനെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആദ്യ ഭർത്താവിലുണ്ടായിരുന്ന ആ ഒരു കുട്ടിയാണ് ഇപ്പോൾ ലൂസിയുടെ കൂടെ ഉള്ളത്.
അതുമല്ല ഇവരോടൊപ്പം തന്നെ ഒരു മുത്തശ്ശനും വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല നമ്മുടെ ഡാമിയന്റെ മുത്തശ്ശൻ, ഡാമിയന്റെ അമ്മയുടെ അച്ഛൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും രാത്രി എഴുന്നേറ്റ് കഴിക്കുമ്പോഴത്തേക്കാണ് ലൂസി ഡാമിയനോട് ചോദിക്കുന്നത്, അല്ല എന്ത് കേസാ നീ ഇപ്പൊ അന്വേഷിക്കുന്നേ? അതൊരു സീരിയൽ കില്ലറിന്റെ കേസാണ്, അതിൽ ഞാനാണ് അവരെ സഹായിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു മുത്തശ്ശൻ പെട്ടെന്ന് ഡാമിനെ നോക്കിയിട്ട്, ഇപ്പൊ ഈ ഒരു ന്യൂസിലെല്ലാം കാണിക്കുന്ന ലാമന്റെ അതുപോലെയുള്ള ആ ഒരു കേസാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതേന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മുത്തശ്ശൻ ഹീറോയെ വിളിച്ച് നേരെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ്, അല്ല നീ ഇപ്പൊ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാമിയൻ പറയും, ഇല്ല മുത്തശ്ശൻ, എനിക്ക് വേറെ വഴിയില്ല. ആ ഒരു കേസ് തീർക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സഹായം അവർക്ക് ആവശ്യമാണ്. അതുമല്ല അവര് എന്നോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു മുത്തശ്ശൻ പറയും, എന്താ ഡാമിയൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരരുതെന്ന് നിനക്ക് അറിയത്തില്ലേ? നമ്മൾ രണ്ടുപേരും അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ അത് നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. നീ ആ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്ര നാൾ കഴിഞ്ഞെന്ന് നിനക്കറിയാലോ. അതുപോലെ ഇത്രയും കാലം നമ്മൾ എല്ലാവരിൽ നിന്നും ഈ ഒരു കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചു. അതും ലൂസിക്ക് വേണ്ടിയിട്ടാണ് നീ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, എന്തോ ആവട്ടെ, ഇത് കാരണം ലൂസി ഇനിയും ഈ ഒരു വിവരങ്ങളൊന്നും അറിയരുത്. ഇപ്പോൾ ഈ ഒരു സമയം വരെയും നിന്റെ അമ്മ മരിച്ചുപോയെന്നാണ് നീ ലൂസിയോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സത്യം എന്താണെന്ന് ഒരിക്കലും അവൾ അറിയരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മുത്തശ്ശൻ അവനെ ഒന്ന് വാൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൂസി വന്ന് നേരെ ജനാലിങ്ങനെ അടയ്ക്കും. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ഇവര് രണ്ടുപേരും ആ ഒരു സംസാരം നിർത്തിയിട്ട് ആ ഒരു മുത്തശ്ശൻ അവിടെ നിന്ന് കാർ കൊണ്ട് പോവാണ്. അപ്പൊ ഈ ഒരു മുത്തശ്ശനും നമ്മുടെ ഹീറോയ്ക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ വേറെ ആർക്കും ഇതൊന്നും അറിയത്തില്ല. അവന്റെ അമ്മ ഒരു സീരിയൽ കില്ലറാണെന്നും ഇതുപോലെ ജയിലിലാണ് ഇപ്പോഴുള്ളതെന്നും എന്നുള്ള കാര്യങ്ങളൊന്നും. കാരണം കുട്ടിക്കാലത്ത് തന്നെ അവന്റെ അമ്മയെ അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട്, അവന്റെ അമ്മ ഒരു സീരിയൽ കില്ലറാണെന്ന് അറിഞ്ഞതുകൊണ്ടും ഡാമിയൻ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞിരുന്നു. കാരണം അവന് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു ചെറിയ പ്രായമായതുകൊണ്ട്. അതിനുശേഷമാണ് അവൻ ഇതുപോലെ ലൂസിയെ കാണുന്നത്, അവളെ കല്യാണം കഴിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു വീടിനകത്ത് കണ്ണാടിയിട്ട് ഒരുത്തൻ ആ വീടിനകത്തേക്ക് കയറി വരുന്നു. അത് രാത്രി സമയത്താണ്. എന്നിട്ട് അവൻ പതിയെ ആ ഒരു വീടിന് മുകളിലേക്ക് കയറി ഒരു റൂമില് ഒരു ചെറിയ പയ്യൻ കിടപ്പുണ്ട്, അവനിങ്ങനെ നോക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത റൂമിൽ ഒരു ചെറിയ പെൺകുട്ടിയും അവളെയും നോക്കി മറ്റൊരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും അതിനകത്ത് കിടന്നിങ്ങനെ ഉറങ്ങാണ്. ഇവനായാലും അവരെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ സോഫി ഉണ്ടല്ലോ, അവളെയാണ് കാണിക്കുന്നത്. അങ്ങനെ സോഫിയെല്ലാം തന്റെ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഫ്രാൻസിസ് അതിനകത്തേക്ക് കയറി വന്നിട്ട്, ഹായ് സോഫിയ, എങ്ങനെയുണ്ട്? ആ കുഴപ്പമൊന്നുമില്ല. അല്ല, ജെന്നിയുടെ ഇന്റർവ്യൂ അതിന്റെ കാര്യങ്ങൾ എന്തായി? സോറി, അവരെ ഇപ്പോൾ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കഴിയത്തില്ല. അവൾ ആത്മഹത്യയെ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവളെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതെന്തായാലും ഇപ്പൊ നമുക്ക് കഴിയത്തില്ല എന്നിങ്ങനെ പറയും. കാരണം ഇവര് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഹീറോ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് മറ്റാരും ഇത് അറിയരുതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിലുള്ള വേറെ ആർക്കും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അല്ല സോഫി, നിനക്ക് ഈ ഒരു ടീമിലെ ലീഡർ ആവാനായിട്ട് നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി നീ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, അതിനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതെന്നെ കൊണ്ട് കഴിയത്തില്ല. കാരണം കമ്മീഷണർ നിനക്ക് എന്തായാലും ഈ ഒരു ടീമിന്റെ ലീഡർ ആവാനായിട്ട് കഴിയത്തില്ല, അത് മറ്റൊരാളാണ് ആവാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സോഫിക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു ടീമിന്റെ ലീഡർ ആവാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു ടീമിലുള്ള രണ്ടുപേരെയും വിളിച്ച് അത് കഴിഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയെ കാണിച്ചിട്ടാണ് പറയുന്നത്, ഇതാണ് നമ്മുടെ ടീമിന്റെ പുതിയ ലീഡർ ഡാമിയൻ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരു 3 വർഷം ഇദ്ദേഹം RIBയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 വർഷം ക്രിമിനൽ വിഭാഗത്തിലും 5 വർഷം രഹസ്യ പോലീസായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേറെ ആർക്കുമില്ലല്ലോ. ഓക്കെ, നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് ഈ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവര് തുടങ്ങാണ്. മാൻഡീസ് ചെയ്തതുപോലെ ഇപ്പൊ തന്നെ ആ ഒരു കൊലയാളി 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. മാൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെന്നി ഡെബർ ഉണ്ടല്ലോ, സീരിയൽ കില്ലർ ആയിട്ടുള്ള ആ ഒരു ലേഡി. അവർക്ക് പത്രക്കാരിട്ടിട്ടുള്ള പേര് ലാ മൻഡേ എന്നാണ്. നമുക്ക് എന്തായാലും മാൻഡീസ് എന്ന് വിളിക്കാം. അപ്പൊ ഇനി മുതൽ ജെന്നി ഡെബറിനെ നമ്മൾ മാൻഡീസ് എന്നായിരിക്കും കൂടുതലായിട്ടും വിളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാറിപ്പോകരുത്. അപ്പൊ ആദ്യത്തെ ആളെ കൊന്നിട്ടുള്ളത് കവർ മുഴുവനായിട്ട് ചുറ്റി അയാളെ ശ്വാസം മുട്ടിച്ചിട്ടാണ് എന്നും പറഞ്ഞിട്ട് 25 വർഷങ്ങൾക്ക് മുന്നേ മാൻഡീസ് ചെയ്ത ആ ഒരു രീതിയും, അതേപോലെ തന്നെ ഇപ്പോൾ ആ ഒരു കോപ്പി കാറ്റ് കില്ലർ ഉണ്ടല്ലോ, അയാൾ ചെയ്ത ആ ഒരു രീതിയും 2 ഫോട്ടോസായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടാമത്തേത്. ഇതും ശ്വാസം മുട്ടിച്ചിട്ട് തന്നെയാണ് കൊന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാല് കൊല്ലേണ്ട അയാളെ ഒരു മരത്തിൽ കെട്ടിവെച്ച് അയാളുടെ ദേഹം മുഴുവൻ കയറ് വരിഞ്ഞ് കാറിന്റെ പുറകിൽ ആ ഒരു കയർ കെട്ടി ഈ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ കയർ ദേഹം മുഴുവൻ മുറുകി ശ്വാസമില്ലാതെ അയാൾ മരിക്കുന്നു. ആ ഒരു രീതിയിലാണ് മാൻഡീസ് 25 വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരാളെ കൊന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു കോപ്പി കാറ്റും ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ കൊലപാതകം, അതാ ഒരു കോപ്പി കാറ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാല് ഒരു തടിമുല്ലിലെ അയാളുടെ ശരീരം കെട്ടിവെച്ച് തല ആ ഒരു മെഷീൻ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് മുറിച്ച് ശരീരത്തിന്റെ വലതുഭാഗത്ത് വെക്കുന്നു. ആ ഒരു രീതിയിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇരകൾ തമ്മിൽ പൊതുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ആദ്യത്തെ ഇര ഒരു പട്ടാളക്കാരൻ, 2ാമത്തെ ആള് ഒരു സോഷ്യൽ വർക്കർ, 3ാമത്തെ ആള് ഒരു ജഡ്ജിയുമാണ്. ഇവരുടെ എല്ലാവരുടെയും കഴുത്തിന് താഴെയായിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. അതായത് കൊലയാളി അവരെല്ലാവരെയും ഇഞ്ചക്ഷൻ വെച്ച് മയക്കിയതിനു ശേഷം കൊല ചെയ്യുന്നതിന് മുന്നേ അവരെ ഉണർത്തുകയും ചെയ്തു. അപ്പോഴാണ് ഫ്രാൻസിസ് പറയുന്നത്, പക്ഷേ മാൻഡീസിന്റെയും
ഇപ്പൊ ചെയ്യുന്ന ആ ഒരു കൊലയാളി ഇവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. മാൻഡീസ് കൊല ചെയ്ത എല്ലാവരും ഓരോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് മാൻഡീസ് അവരെ എല്ലാവരെയും കൊന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു കൊലയാളി അവൻ കൊന്നിട്ടുള്ള ആ ഒരു സമൂഹത്തില് ഒരു തെറ്റും ചെയ്തതായിട്ട് അറിവില്ല. അവർക്കെതിരെ ക്രിമിനൽ കേസുകളോ അങ്ങനെ ഒന്നുമില്ല. അതായത് നമ്മൾ കണ്ടുപിടിച്ച കാര്യം ഈ ഒരു കൊലകൾക്കൊന്നും പ്രത്യേകിച്ചൊരു കാരണം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു പോലീസുകാരൻ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ മാൻഡീസിന്റെ രീതി പിന്തുടർന്ന് പോവുകയാണെങ്കിൽ അടുത്തയാളെ ഒരു കാറിനകത്ത് ഇരുത്തി അതിലേക്ക് വെള്ളം നിറച്ച് അയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാൻ പോകുന്നത്. പക്ഷെ അത് ആരാണ്, എവിടെ പോയി കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു ചിത്രം, അത് അയാളുടെ നിഴൽ രൂപത്തിലുള്ള ഈ ഒരു ചിത്രം മാത്രമാണ്. അതുകൊണ്ട് കൊലയാളി ഒരു പുരുഷനാണെന്ന് മാത്രം നമുക്കറിയാം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രാൻസിസിന് ഒരു ഫോൺ കോൾ വരുന്നു. അവൻ നേരെ വെളിയിലേക്ക് വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഓക്കെ ശരി ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ മൂന്നാമത്തെ അവരോളെ കൊന്ന ആ ഒരു തടിമിലുണ്ടല്ലോ അവിടെ കാണിക്കുമ്പോഴത്തേക്കും ജെന്നിയെ പോലീസുകാർ അവിടേക്ക് കൊണ്ടുവന്നേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ സഹായിക്കാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ക്രൈം സീൻ കാണാൻ വേണ്ടിയിട്ടാണ് ജെന്നിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ജെന്നി കാറിലിരിക്കുമ്പോൾ തന്നെ ഡാമിയനെ കാണുമ്പോൾ തന്നെ അവർക്ക് നല്ല വിഷമമുണ്ട്. കാരണം സ്വന്തം മകനല്ലേ, ഒരമ്മയ്ക്ക് സ്വന്തം മകനെ പിരിഞ്ഞ് എത്ര കാലം കഴിയാൻ കഴിയും? ആ ഒരു വിഷമം ജെന്നിക്കുണ്ട്. പക്ഷെ നമ്മുടെ ഡാമിയൻ അതൊന്നും വലിയ കാര്യമാകത്തില്ല. അങ്ങനെ കാറിൽ നിന്നിറങ്ങി ജെന്നി നേരെ ഡാമിയന്റെ അടുത്തേക്ക് വന്നിട്ട് ഹലോ ഡാമിയൻ എന്നിങ്ങനെ പറയുമ്പോൾ ദേഷിച്ചിട്ട് അവരോട് ചോദിക്കും, അല്ല ഇവിടെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ജെന്നി ആയാലും പതിയെ അതിനകത്തേക്ക് കയറി വന്നിട്ട് ആ ഒരു സ്ഥലമെല്ലാം നോക്കിയിട്ടാണ് പറയുന്നത്, എന്റെ മൂന്നാമത്തെ ഇര അലൻ ഫേസൽ, അയാൾ കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. അതുകൊണ്ട് തന്നെ അവന്റെ കഴുത്തറക്കാൻ വേണ്ടിയിട്ട് അവനെ മയക്കിയതിനു ശേഷം അവൻ എഴുന്നേൽക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ഹീറോ പറയും, ഇതുപോലെ വിവരിക്കുന്നതിന്റെ ആവശ്യമൊന്നുമില്ല, കാര്യം പറയുമ്പോൾ ജെന്നി വീണ്ടും പറയും, അങ്ങനെ അവന്റെ നട്ടല് ഞാൻ ആദ്യം ഓടിച്ചു. അപ്പോഴെല്ലാം അവൻ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു അവനെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ അവന്റെ ചോര വാർന്ന് തീരുന്നത് വരെ ഞാൻ കാത്തു നിന്നു. അത് കഴിഞ്ഞാണ് ഞാൻ അവന്റെ തലയർത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഫ്രാൻസിസ് പറയും, അല്ല ഇത്രയും വിവരണത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം കൊലപാതകി എന്റെ ശൈലികൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അതുപോലെ ഞാൻ തലയർത്തതിനു ശേഷം തല ശരീരത്തിന്റെ വലതു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അല്ല അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? അതെ, പക്ഷെ പത്രക്കാരി ഫോട്ടോ എടുത്തപ്പോൾ അത് തെറ്റായിട്ടാണ് എടുത്തത്. ഞാൻ വിചാരിച്ചു ആ കൊലയാളി അത് തെറ്റിച്ചാണ് വെച്ചതെന്ന്. പക്ഷേ അവൻ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പറയും, അങ്ങനെയാണെങ്കിൽ അവൻ ഇത്രയും കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ കോടതിയിലെ ആ ഒരു ഫയലുകൾ കണ്ടെത്തിയിരിക്കണം. ഇല്ലാതെ ഒരിക്കലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരുത്തന് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ജെന്നിയെ അറസ്റ്റ് ചെയ്ത് ആ ഒരു കുറ്റസമ്മതം നടത്തുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഫയലിൽ എഴുതുമല്ലോ. അത് കോടതിയിലും പോലീസുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ഒരു കാര്യം മറ്റൊരാൾ തട്ടിയെടുത്താൽ മാത്രമേ അയാൾക്ക് അത്രയും പെർഫെക്റ്റോടെ നമ്മുടെ ജെന്നി ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റൂ. ആ ഒരു കാര്യമാണ് നമ്മുടെ ഫ്രാൻസിസ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഡാമിയൻ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് അന്ന് ജോലി ചെയ്ത വേറെ ആരെങ്കിലും ആയിരിക്കാം. ഇല്ലില്ല, എന്നോട് അങ്ങനെ അധികം ആൾക്കാരൊന്നും ജോലി ചെയ്തിട്ടില്ല. അതുപോലെ അന്ന് ആ ഒരു കാര്യം ക്യാമറയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു, അത് ആർക്കു വേണമെങ്കിലും കാണാമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ഡാമിയൻ പറയും, ഓക്കെ കഴിഞ്ഞു ഇത്രയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ജെന്നി പറയും, അതെ കഴിഞ്ഞു ഇത്രയുള്ളൂ എന്ന് പറയുന്നതും, അല്ല ഇതിനു വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? വേറെ ഒന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് ശുദ്ധമായി ശ്വസിക്കണമായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നതും. ഇപ്പോ ജെന്നി ഇവരെ വെച്ച് കളിപ്പിക്കുകയാണോ അതോ ശരിക്കും ഇവരെ സഹായിക്കാൻ പോവാണോ എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൂസിയെ കാണിക്കുമ്പോൾ ലൂസി നേരെ അവള് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു കളിമണ്ണെല്ലാം വെച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് അവള് ചെയ്യുന്ന ഒരു ജോലി. അതുമല്ല അവിടെ തന്നെ അവളോടൊപ്പം വിർജീനിയ എന്ന് പറഞ്ഞിട്ട് അവളുടെ സുഹൃത്തുമുണ്ട്. ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ വിർജീനിയ ചോദിക്കും, അല്ല ഡാമിയൽ വന്നിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾ വീണ്ടും ഒന്ന് ചേർന്നോ ചോദിക്കുമ്പോൾ അതെ ഡാമിയലിനെ പ്രൊമോഷൻ ലഭിച്ചു, അവൻ ഇനിയിപ്പോ എല്ലാ ദിവസവും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ വിർജീനിയ പറയും, ഏയ് അത് നല്ല കാര്യമല്ലേ, ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സോഫിയയും ബാക്കി എല്ലാവരും ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കും. നമ്മൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് അന്വേഷിച്ചിട്ടും ഒരു തുമ്പ് പോലും കിട്ടിയില്ല. പക്ഷെ ഇപ്പോ പുതിയൊരു ലീഡർ വന്നതിന് ശേഷം പുതിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയാ, എന്തായാലും അയാൾ കൊള്ളാല്ലേ എന്നെല്ലാം പറയുമ്പോൾ സോഫിയക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവള് ഈ ഒരു ടീമിന്റെ ലീഡർ ആവാനായിട്ട് ആഗ്രഹിച്ചതല്ലേ, ആ ഒരു ദേഷ്യം അവൾക്കുണ്ട്. അതേസമയം നമ്മുടെ ഹീറോ അതിനകത്തേക്ക് കയറി വരും. എന്നിട്ട് പുതിയ എന്തെങ്കിലും തെളിവ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇവരിപ്പോ അന്വേഷിക്കുന്നത് ആ ഒരു കേസ് ഫയലുണ്ടല്ലോ, അത് വേറെ ആരെങ്കിലും തട്ടിയെടുത്തോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു കേസ് വാദിച്ച ജഡ്ജി അയാളെ പറ്റി അന്വേഷിക്കുമ്പോൾ അയാൾ 3 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. അതുപോലെ മാൻഡീസിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവസാനമായിട്ട് ആ ഒരു ഫോട്ടോ എല്ലാം കണ്ടത് മുള്ളർ എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ അയാൾ ഇപ്പൊ ഇവിടെ ഇല്ല, അയാൾ 1 മാസമായിട്ട് ജപ്പാനിലാണ് താമസിക്കുന്നത്. അതുപോലെ ഈ ഒരു കേസ് വാദിച്ച പ്രോസിക്യൂട്ടർ അയാൾക്കാണെങ്കിൽ ഇപ്പൊ ഏകദേശം 80 വയസ്സായി, റിട്ടയർ ചെയ്ത് ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അയാളോട് ചോദിച്ചപ്പോ അയാൾ ഈ ഒരു കേസ് ഫയൽ മറ്റാർക്കും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ കേസ് വാദിച്ച വക്കീലിന്റെ വിവരങ്ങളൊന്നുമില്ല, അയാളെ ബന്ധപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. അതിലൊരാൾ വിളിച്ചിട്ട് ദേ വക്കീലാണെന്നും പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഓക്കെ സാർ പറയൂ
എന്നാ സംഭവിച്ചേ? ഓക്കെ ശരി, താങ്ക്സ് സാർ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വക്കീലിന്റെ വീട്ടിൽ 2 വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു കള്ളം കയറിയിരുന്നു. മാൻഡീസിന്റെ ഫയലടക്കം ഒരുപാട് ഫയലുകൾ മോഷണം പോയി എന്നിങ്ങനെ പറയുന്നതും അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോയും സോഫിയയും നേരെ ആ ഒരു വക്കീലിനെ കാണായിട്ട് ചെല്ലാണ്. ഓക്കെ സാർ, അപ്പോ ആ ഒരു ഫയലുകളെല്ലാം കള്ളൻ എടുത്തോണ്ട് പോയെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ വാതിലൊന്നും കുത്തി തുറന്നിട്ടില്ല, അങ്ങനെയല്ലേ? അതെ, ഈ വാതിലൊന്നും കുത്തി തുറന്നിട്ടില്ല. അപ്പോൾ ഡാമിയൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടുകാര് ഇവരാരെങ്കിലും ചെയ്തായിരിക്കോ? അപ്പോ വക്കീൽ പറയും, ഇല്ലില്ല, ഞാൻ അലമാരയുടെ കീ എവിടെയാണ് വെക്കുന്നതെന്ന് എന്റെ കൂട്ടുകാർക്ക് പോലും അറിയത്തില്ല. കൂടാതെ എന്റെ ഭാര്യ മരിച്ചുപോയി, എന്റെ മക്കളാണെങ്കിൽ ഇപ്പോഴും വിദേശത്താണ്. അപ്പോ സോഫിയ ചോദിക്കും, നിങ്ങൾക്ക് ജോലിക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ, ഒരു തൂപ്പുകാരി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ പ്രായമായതുകൊണ്ട് അവര് വിരമിച്ചു. അവരുടെ പേര് അനിയസ് സേവറിൻ എന്നാണ്. അപ്പോ സോഫിയ ചോദിക്കും, അല്ല അവരുടെ കയ്യിൽ ഈ ഒരു വീടിന്റെ കീ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവരെ വിശ്വാസമാണ്. കാരണം അവർ ഏകദേശം 27 വർഷം എനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു. അങ്ങനെ അവരെ കാണിക്കുമ്പോഴത്തേക്കും അവരായാലും നല്ല പ്രായമുണ്ട്, പെട്ടെന്ന് അങ്ങനെ നടക്കാനൊന്നും കഴിയാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും വക്കീലിനോട് ചോദിക്കും, അല്ല ആ ഒരു കേസിനെ പറ്റി നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ആ ഒരു കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് അവരിവിടെയാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴും അവരെ വിശ്വാസമാണ്, അവരങ്ങനെയൊന്നും ചെയ്യാത്തൊരു സ്ത്രീയാണ്. അപ്പൊ ഇവര് പറയും, ഓക്കെ ഞങ്ങളിതൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആ ഒരു ജോലിക്കാരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് മാൻഡീസിന്റെ ആ ഒരു കൊലപാതക കേസ് നടക്കുമ്പോൾ നിങ്ങൾ അവിടെയാണ് ജോലി ചെയ്തിരുന്നത്, അതുപോലെ വാതിലൊന്നും തുറന്നിട്ടില്ല, മുകളിലത്തെ നിലയിലാണ് ഫയൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ജനാല വഴി പുറത്തേക്ക് ചാടാനും സാധ്യതയില്ല, പിന്നെ കീ നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു മുത്തശ്ശി പെട്ടെന്ന് നമ്മുടെ സോഫിയോട് പറയും, ഹെടി മോളെ, ഞാനൊരു കള്ളിയാണെന്നാണ് നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്, അതുപോലെയാണല്ലോ എന്നോട് ഇപ്പൊ സംസാരിക്കുന്നത്, വേറൊന്നും ചോദിക്കാനില്ലെന്ന് ചോദിക്കുമ്പോൾ സോഫിയ ചോദിക്കും, അല്ല നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ കഴിച്ചിട്ടുണ്ട്, എന്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ഹീറോ ഇങ്ങനെ ചുറ്റിനും നോക്കിയിട്ടാണ് അവിടെ ഒരു ഫോട്ടോ കാണും. എന്നിട്ട് ചോദിക്കും, അതാരാണെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ മകൻ ബാപ്പിസ്റ്റ്, സ്വന്തം മകനല്ല, ദത്തെടുത്തതാണ്. ഞങ്ങൾ അനാഥ കുട്ടികളെ നോക്കുമായിരുന്നു, അതുപോലെ ഞങ്ങൾക്കൊരു മകൻ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവനെ ദത്തെടുത്ത് വളർത്തുമായിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, അവനിപ്പോ എത്ര വയസ്സുണ്ടാവും? 44. അല്ല അവൻ എവിടെയാ താമസിക്കുന്നത്? അവൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് അവൻ വാടക തരുന്നുണ്ട്, അത് വെച്ചാണ് ഞങ്ങളും കഴിയുന്നത്, അതുമല്ല അവനൊരു പാർട്ട് ടൈം സർക്കാർ ജീവനക്കാരനാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല അവന്റെ മുറിയെന്ന് കാണിച്ചു തരാമെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ? ഇല്ല, വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, അവന് വെറുതെ കുഴപ്പത്തിൽ ചാടിക്കരുത്, അവരൊരു നല്ല സ്വഭാവക്കാരനാണ്. അപ്പോൾ നമ്മുടെ സോഫി പറയും, പിന്നെന്തിനാ പേടിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവന്റെ മുറിയിലേക്ക് കയറി ആ ഒരു മുറി ഇങ്ങനെ പരിശോധിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു മുത്തശ്ശിക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ താഴെ നിന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്, അവന്റെ മുറിയൊന്നും കേടാക്കരുത്, നല്ലതുപോലെ തന്നെ വെക്കണം എന്നെല്ലാം പറയുമ്പോൾ ഇവര് രണ്ടുപേരും മുകളിലേക്ക് വന്ന് മുറിയിലുള്ള ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുക്കും. അതേപോലെ തന്നെ അവനൊരു കമ്പ്യൂട്ടർ ഉണ്ട്, അതിങ്ങനെ പരിശോധിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് താഴെ ഒരു വണ്ടി വരുന്ന ശബ്ദം. ഇവര് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് മുന്നേ ഒരു സീനില് ഒരു കണ്ണാടിയെ കണ്ടിരുന്നല്ലോ, അവനൊരു വീടിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു മുറികളെല്ലാം തുറന്ന് നോക്കുന്ന കണ്ടിരുന്നു. അവനിപ്പോ വെളിയിലേക്ക് വന്നിട്ട് ചുറ്റിനും നല്ലതുപോലെ നോക്കി അകത്തേക്ക് കയറി വരുമ്പോ ഇവര് രണ്ടുപേരും ആ ഒരു റൂമിനടുത്തേക്ക് വന്നിട്ട് താഴെ എന്താണ് അവൻ പറയുന്നത് ഇങ്ങനെ കേൾക്കാണ്. അപ്പോഴേക്കാണ് അവൻ പെട്ടെന്ന്, അല്ല മമ്മി, ആരുടെ കാറാ പുറത്ത് കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, ഇല്ല മോനെ, അത് പോലീസുകാരാണ്, എന്തോ കേസിന്റെ ഭാഗമായിട്ട് ഇവിടെ അന്വേഷിക്കാൻ വന്നതാണെന്ന് ഇങ്ങനെ പറയുന്നതും അവൻ പെട്ടെന്ന് മാറി നിൽക്കെന്നും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, എന്താ മോനെ നീ പേടിക്കാനായിട്ട്, നീ ഒന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഡാമിയനും സോഫിയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരും. പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്ന ഇവർ ഓടി വെളിയിലേക്ക് വരുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് വന്ന് നമ്മുടെ ഫ്രാൻസിസിനോട് ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം പറയാണ്. ബാപ്പിസ്റ്റിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഫയലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ക്രിമിനൽ പശ്ചാത്തലം ഒന്നും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ ചുറ്റുമുള്ളവർ പറയുന്നത് നല്ല സ്വഭാവക്കാരനാണ്, പാവമാണ്, നല്ലൊരു മകനുമാണെന്നാണ് പറയുന്നത്. പിന്നെ അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അവന്റെ വീട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, മൊബൈൽ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. പിന്നെ അവന്റെ കമ്പ്യൂട്ടർ അത് നമ്മുടെ ആഷ്ലി പരിശോധിക്കുന്നുണ്ട്, ഒരുപാട് കോഡുകളൊക്കെ കൊണ്ട് കമ്പ്യൂട്ടർ ലോക്കാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഫ്രാൻസിസ് പറയും, ഓക്കെ ഞാൻ എന്തായാലും കമ്മീഷണറോട് പറഞ്ഞിട്ട് അവൻ അന്വേഷിക്കാണ്ട് പറയുമെന്നും പറഞ്ഞ് ഫ്രാൻസിസ് അകത്തേക്ക് കയറി പോകുന്ന സമയത്താണ് ആഷ്ലി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഹേ ഗൈസ്, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവന്റെ കമ്പ്യൂട്ടർ ഞാൻ തുറന്നിട്ടുണ്ട്. അല്ല എന്താ അത് പറയും? അവൻ മാൻഡിസിനെ കുറച്ച് മെയിലുകൾ അയച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവർ നേരെ അകത്തേക്ക് കയറി പോയിട്ട് ആ ഒരു മെയിൽ എന്താണെന്ന് പരിശോധിക്കാണ്. അവൻ പകുതി മുക്കാലിനും ഡിലീറ്റ് ചെയ്ത് കളയാൻ ശ്രമിച്ചു, പക്ഷേ കുറച്ചൊക്കെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബാക്കിയുള്ള മെസ്സേജ് എന്താണെന്ന് വായിക്കുമ്പോൾ നമ്മുടെ ജയിലിൽ കിടക്കുന്ന ജെന്നി ഉണ്ടല്ലോ, അവർക്ക് ഇവൻ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്, എന്നെ ഓർത്ത് അഭിമാനിച്ചാലും ഇത് മാൻഡിസിന്റെ പ്രതികാരമാണ്, ഗുഡ് ലക്ക്. അപ്പൊ ആഷ്ലി പറയും, കോപ്പ്, അവർ തമ്മിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ആ ഒരു മുറിയിൽ നിന്ന് നേരെ നമ്മുടെ ഫ്രാൻസിസിന്റെ മുറിയിലേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഇതെല്ലാം ചെയ്തത് അവർ തന്നെയാണ്, എന്റെ അമ്മ. അവളുടെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും കൊലകൾ നടന്നിട്ടുള്ളത്. കാരണം ബാപ്പിസ്റ്റും എന്റെ അമ്മയും പരസ്പരം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അവരെന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന് എനിക്കറിയാം.
വീണ്ടും ഇതുപോലെയുള്ള കൊലകൾ നടത്തിയിട്ട് അതിലൂടെ എന്നോട് അവർക്ക് സംസാരിക്കാൻ വേണ്ടി, എന്നെ അവർക്ക് കാണാൻ വേണ്ടി അങ്ങനെ അവർ പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ ഒരു ചെറിയ ഹിന്റ് മാത്രം ഞാൻ തരാം. ബാപ്റ്റിസ്റ്റയെ പറ്റി ചോദിക്കുമ്പോൾ അവനെ പറ്റി ഒന്നും അറിയത്തില്ല എന്നാണ് ജെന്നി പറയുന്നത്. ഇതോടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കിടിലൻ ടെസ്റ്റുകൾ കാത്തിരിപ്പുണ്ട്. ഈ ഒരു അന്വേഷണം ഒരു വേറെ തലത്തിലേക്ക് തന്നെ മാറിപ്പോവും. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. അപ്പൊ അതുവരെയും ബൈ.